കുമളി വില്ലേജ് ഓഫീസിൽ സ്ഥിരം ജീവനക്കാരില്ലാത്തതിനാൽ ഓഫീസ് പ്രവർത്തനം താളം തെറ്റുന്നു. ഇതോടെ ജനങ്ങൾ ദുരിതത്തിലായി. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിൽ കയറിയിറങ്ങി പൊതുജനം മടുക്കുന്ന കാഴ്ചയാണ് വില്ലേജിൽ ചെന്നാൽ കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 7 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരാണ് ഓഫീസിലെത്തി മടങ്ങിയത്. തിരക്കേറിയ കുമളി വില്ലേജ് ഓഫീസിൽ കുറെ കാലം വില്ലേജ് ഓഫീസറും ഉണ്ടായിരുന്നില്ല. പിന്നീട് വില്ലേജ് ഓഫീസറെ നിയമിച്ചു. എന്നാൽ മുമ്പ് 7 ജീവനക്കാർ ജോലി ചെയ്ത സ്ഥലത്ത് നിലവിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. അതിൽ തന്നെ പലരും ഫീൽഡ് പരിശോധനകളിലായിരിക്കും. ഇതോടെ മറ്റുള്ളവരുടെ ജോലിഭാരവും വർദ്ധിക്കും. വിവിധ അപേക്ഷകളുടെ പരിശോധന, ഭൂമി തരം മാറ്റൽ, നികുതി പിരിവ്, താലൂക്ക് ഓഫീസിൽ നിന്നും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുമുള്ള അന്വേഷണങ്ങൾക്കുള്ള മറുപടി തയ്യാറാക്കൽ തുടങ്ങിയ ജോലികൾ സമയബന്ധമായി ചെയ്യാൻ ജീവനക്കാരേറെ പാടുപെടുന്നു. പഞ്ചായത്തിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് പോലും സേവനം ലഭ്യമാകാതെ മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ കാണാം. യാതൊരുവിധ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത ഒരു സ്ഥിതി സംജാതമായിരിക്കുക. 8ഓളം ജീവനക്കാർ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 4-5 പേർ മാത്രമേ ഒരേ സമയത്ത് ജോലി ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇതിൽ തന്നെ 2-3 പേര് എപ്പോഴും ഫീൽഡ് വർക്കിന് പോകേണ്ടതായ സമയത്ത് ഓഫീസിലെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റുന്ന സ്ഥിതിവിശേഷമാണ് കുമളി വില്ലേജ് ഓഫീസിലുള്ളത്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുടെ സേവനവും സ്ഥിരമായി ലഭിക്കാറില്ല എന്നുള്ളത് വസ്തുതയാണ്. വില്ലേജ് ഓഫീസിൽ ഏതാണ്ട് 6-7 മാസക്കാലമായിട്ടുള്ള പേപ്പർ വർക്കുകൾ നടത്തിക്കൊടുക്കുവാൻ വില്ലേജ് കഴിയുന്നില്ല. ഇതിനടിയന്തരമായ നടപടി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സേവനങ്ങൾ കൂടുതൽ ഓൺലൈനായെങ്കിലും അതിനാവശ്യമായ കമ്പ്യൂട്ടറുകളില്ല. ഇന്റർനെറ്റ് കണക്ഷനിലെ പ്രശ്നങ്ങൾ ഓൺലൈൻ സേവനങ്ങൾക്കും കാലതാമസം സൃഷ്ടിക്കുന്നു. ജീവനക്കാരുടെ കുറവിന് പുറമെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും കുമളി വില്ലേജ് പിന്നിലാണ്. താൽക്കാലിക ജീവനക്കാരല്ലാതെ സ്ഥിരം ജീവനക്കാരെ കുമളി വില്ലേജിൽ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ, കുമളി.